മനിതർ ഉണർന്നു കൊള്ളത് അതേം താണ്ടി പുനിതമാണ്. ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുമ്പോൾ നമുക്കതാണ് ഓരോ ടൈമിലും നമുക്ക് ടൂർ പോവാ, എൻജോയ് ചെയ്യാം. അതാണ് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. சோஷியல் மீடியால எங்க பார்த்தாலும் மஞ்சுமல் பாய்ஸ்னு இந்த படத்தை பத்தி தாங்க பேசிட்டு இருக்காங்க. கேரளால ட்ரெண்ட் ஆச்சோ இல்லையோ, தமிழ்நாட்டுல இந்த படம் ரொம்பவே ட்ரெண்ட் ஆயிடுச்சு. ஏன்னா கொடைக்கானல்ல இருக்கக்கூடிய குணா குகையில நடந்த சம்பவத்தை, அதாவது உண்மை சம்பவத்தை தழுவி அப்படியே எடுத்ததுனால தமிழ் மக்களுக்கு இந்த படம் ரொம்பவே கனெக்ட் ஆயிருக்கு. 2006 ഈ സംഭവം നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം 2008 2009 ഞാൻ വേറൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. உண்மை சம்பவம் அப்படின்னு சொல்றாங்க இல்லையா, அப்போ அந்த உண்மை சம்பவத்துல இருந்த சில நபர்களை பார்க்கணும், அவங்களுக்கு அங்க என்ன நடந்துச்சு அப்படின்னு எல்லாருக்குமே பயங்கர ஆர்வமா இருக்கும். அப்படி உண்மை சம்பவத்துல, அதாவது உண்மையாலுமே இதுல இருந்த நபர்களை பிஹைண்ட் வுட்ஸ் பேட்டி എടുത്തിരുന്നിരിക്കാங்க. എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ അയൽവാസിയാണ് പുള്ളി. കുട്ടൻ്റെ ഒപ്പം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ, സുധീറൊപ്പം പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ ഞങ്ങൾ ഇതേപോലെ പ്ലാൻ ചെയ്തപ്പോൾ ഞങ്ങൾ 10 പേരുണ്ട്. ഒഴിവാക്കാൻ പറ്റൂല ആരെയും. നമുക്ക് ആരെങ്കിലും ബേസുള്ള ഒരാളെ വിളിക്കണമല്ല, അല്ലെങ്കിൽ ഒളിച്ച് കയറ്റൂലില്ല. ഡ്രൈവറേയും കൂട്ടി 11 പേരാവും. അപ്പം അങ്ങനെ നോക്കിയപ്പോൾ ഓക്കെ ഒരാളുണ്ട്. അന്നെന്ന് പറഞ്ഞാൽ അങ്ങ് ഇത്രയും വണ്ണമില്ലായിരിക്കും. അപ്പൊ ഞങ്ങൾക്ക് ഒരു 10 പേർക്ക് ഇരുന്ന് സുഖമായിട്ട് പോകാമായിരുന്നു. ഈ ചെറിയൊരു ഇതിനകത്ത് കാണിക്കാത്ത ഒരു ഇത് മാത്രം ഞങ്ങൾക്ക് ഉള്ളത് വേറെ ഒന്നുമല്ല. നമ്മൾ കേരളയിൽ നിന്ന് തമിഴ്നാട് ബോർഡറേക്ക് വേറൊരു സ്റ്റേറ്റിലേക്ക് ബോർഡറേക്ക് പോരുമ്പോൾ ഒരു വണ്ടിയുടെ ഒരു കപ്പാസിറ്റി ഉണ്ടല്ലോ, അതിനകത്തൊരു പെർമിറ്റ് അനുസരിച്ച് പോകാൻ പറ്റുള്ളൂ. ഇതിനകത്ത് 9+1 10 പേരാണ് വണ്ടിയുടെ കപ്പാസിറ്റി. ഇതിനകത്ത് 11 പേരുണ്ട്. ഞാൻ ഡ്രൈവർ അടക്കം 10 പേര് ഇവരുമുണ്ട്. അപ്പോൾ അതിനകത്ത് പെർമിറ്റ് കിട്ടൂല എന്നുവെച്ചാൽ അറിയാല, ഈ തമിഴ്നാട് പെർമിറ്റ് കിട്ടൂല. അപ്പോൾ ഒരു കണ്ടീഷനിൽ നമുക്ക് എൻ്റെ കൂടെ വേറൊരു വണ്ടിയും എൻ്റെ ട്രാവൽസിൽ വേറൊരു വണ്ടി ആ സമയത്ത് കൊടൈക്കനാലും ഊട്ടി ഉണ്ടായിരുന്നു. நம்ம அந்த படத்தை பார்க்கும் போதே நமக்கே பயங்கர பயமா இருக்கும். ஆனா மஞ்சுமல் பாய்ஸ் பயப்படவே இல்லை அப்படின்ற மாதிரி சொல்லியிருக்காங்க அந்த இன்டர்வியூல. அண்ட் இதுக்கப்புறமும் தொடர்ச்சியா நீங்க டூர்லாம் போறீங்களா அப்படின்னு கேட்கும்போது, நாங்க இதுக்கப்புறமும் இந்த மாதிரி செய்வோம், டூர் போயிட்டே தான் இருப்போம், நிற்கவே மாட்டோம், நிறுத்தவே மாட்டோம் அப்படின்ற மாதிரி இந்த மஞ்சுமல் பாய்ஸ் சொல்லியிருக்காங்க. அதாவது ரியல் மஞ்சுமல் பாய்ஸ் சொல்லியிருக்காங்க. ഇനി അല്ലെങ്കിൽ അത് കഴിഞ്ഞിട്ടോ അല്ലെങ്കിൽ ഇനിയോ ഇതേപോലെ സാഹസിക യാത്രകൾ ചെയ്തിട്ടുണ്ടോ, അത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഇനി ചെയ്യുമോ? அதுக்கப்புறம் இந்த இன்சிடென்ட்டுக்கு அப்புறமா அவங்களுக்கு என்ன மாதிரியான விஷயங்கள்லாம் நடந்துச்சு அப்படின்ற நிறைய விஷயங்களை ஷேர் பண்ணியிருக்காங்க. எக்கச்சக்கமான அவார்ட்ஸ் கிடைச்சிருக்கான். கவர்மெண்ட் ரெக்கார்ட் படி 13 அவார்ட்ஸ் கிடைச்சிருக்கு. பட் அதை தாண்டி நிறைய அவார்ட்ஸ் எங்களுக்கு கிடைச்சது அப்படின்னு சொல்லி அவார்டு வாங்கின நபரே வந்து சொல்லியிருந்திருக்காரு. ഇവിടെ 13 പേര് സെയിം അവാർഡത്തിൽ മരിച്ചേക്കണേണ്. ഇപ്പം 14ാമത്തെ ആളാണ് വിട്ടോന്ന് പറഞ്ഞു. പൊട്ടിപ്പോയി. ഗവൺമെന്റിന്റെ കണക്കനുസരിച്ച് 13 പേര്, കണക്കില്ലാണ്ട് പോയേക്കണത് 19 പേരോളം പോയിട്ടുണ്ടെന്നാണ് പറയുന്നത്. அதுக்கப்புறம் உள்ள விழுந்தார் இல்லையா, அவரை மேல எடுத்ததுக்கு அப்புறமா நிறைய பேர் அவர்கிட்ட கேட்டது உள்ள எலும்பு கூடலாம் இருந்துச்சா அப்படின்ற மாதிரி கேட்டாங்களாம். ஸோ தொடர்ச்சியா எல்லாருமே இவங்க கிட்ட இந்த அனுபவத்தை கேட்டுட்டே இருந்திருக்காங்க. അതൊക്കെ അവർ ആ വിഷമങ്ങളൊക്കെ നേരിട്ടേ പറഞ്ഞിട്ടുണ്ട്. അത് കാരണം എനിക്ക് അറിയാം. ഞാൻ ആ തിയേറ്ററിൽ ഇരുന്ന് കരഞ്ഞു, അത് വേറെ കാര്യം. ഇൻസിഡന്റ് അറിയാവുന്ന ഞങ്ങൾക്ക് തന്നെ നമുക്കൊരു അപകടം പറ്റി കഴിയുമ്പോൾ അമ്മ അപ്പോൾ ഉള്ള കാര്യങ്ങൾ മറന്നു. കുറെ നാൾ കഴിയുമ്പോഴാണ് നമുക്ക് റിവൈൻഡ് ചെയ്ത് വരുള്ളൂ കുറെ കാര്യങ്ങൾ. ഈ സുഭാഷ് എന്ന് പറഞ്ഞ വ്യക്തി ഇവന് ഒരു 3 വർഷത്തോളം അത് കഴിഞ്ഞിട്ട് അവനൊന്ന് റെഡിയായത്. 3 വർഷം എന്ന് വെച്ചാൽ അവന് ഇംഗ്ലീഷ്, ആയുർവേദം, ഒരുപാട് 64 ദിവസം ആയുർവേദ ഹോസ്പിറ്റലിലൊക്കെ കിടന്നു. ഞങ്ങൾ ഒരു 20 മിനിറ്റ് ഇവന് വിളിച്ചിട്ടുണ്ട്. ഇപ്പം വിളി കേട്ടിട്ടില്ല. കുറിപ്പൊക്കെ ഒരു 1/2 മണിക്കൂർ വിളിക്കും, വിളി കേട്ടില്ല. സ്വാഭാവികമായിട്ട് അയാൾ ഓടിക്കും. ഞങ്ങളാ പൊയ്ക്കോന്ന് പറയും. അവിടെ നിന്ന് അയാൾ പറഞ്ഞ പൊയ്ക്കും. വന്നപ്പോ തൊട്ട് പുള്ളി പറയണ എന്താന്ന് പറയാമോ, പുള്ളി മരിച്ച്. പോലീസല്ല, അവിടെ ഫയർഫോഴ്സ് അല്ല, ഈ നാട്ടുകാരെ. പുള്ളി വന്നിട്ട് പറഞ്ഞ ഈ കുഴിയിലാണെങ്കിൽ പുള്ളി മരിച്ച്, ഇനി നോക്കണ്ട. ബാക്കിയുള്ളവര് അയാളില്ല. 2006 தான் இந்த இன்சிடென்ட் நடந்துச்சு. அப்போ இவங்கலாம் சின்ன பசங்களா இருந்தாங்க. இப்போ கொஞ்சம் மெச்சூர்ட் ஆயிட்டாங்க. ஸோ மெச்சூர்ட் ஆனதுக்கு அப்புறமா இப்போ இவங்களுடைய கதையை ஒரு படமா எடுத்திருக்காங்க. அதுக்கப்புறமா தான் இவங்க இப்படி வந்து இன்டர்வியூ கொடுத்திருக்காங்க. நீங்க பார்த்துட்டு இருக்கக்கூடிய இவங்க எல்லாருமே தான் ஒரிஜினலா இருந்தவங்க. இவங்களுடைய அனுபவத்தை தான் நம்ம கிட்ட பகிர்ந்திருக்காங்க. ടൂർ പോയത് മറന്നുപോയി, വീണത് മറന്നുപോയി, കണ്ണു തുറക്കുമ്പോ ഭയങ്കര ഇരുട്ട്, വവ്വാലിന്റെ ശബ്ദം, ശരീരം മൊത്തം വേദന. ടൂർ പോയതൊക്കെ മറന്നുപോയി, വീണതൊക്കെ മറന്നുപോയി. ഇപ്പൊ ഞാൻ വിചാരിച്ച് മരിച്ചു പോയിട്ട് വേറെ ഏതോ ലോകത്ത് കിടക്കണേന്നുള്ളത് ആ മൈൻഡിലാണ് ഈ ശബ്ദം വന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷെ ഇത്
നമ്മ ഓൾറെഡി മരിച്ചു പോയിക്കണല്ലോ, പിന്നെ ശബ്ദം കേൾക്കേണ്ട കാര്യമില്ലല്ലോ. കഴിഞ്ഞിട്ടേ ഒരു 2006 ഈ സംഭവം നടക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം 2008 2009 ഞാൻ വേറൊരു ട്രിപ്പ് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 2 ട്രിപ്പ് കൊടൈക്കനാൽ പോകുമ്പോൾ ഒരു ഫാമിലി ആയിട്ടാണ് പോയത്. പക്ഷെ അത് ആ ഫാമിലി ആയിട്ട് പോയപ്പോൾ ഞാൻ അവരോട് ഒന്നും കഥയൊന്നും പറഞ്ഞില്ല. അവിടെ ചെന്ന് കഴിഞ്ഞ ഒരു സ്ട്രെച്ചറൊക്കെ വെക്കുന്ന ഒരു പുള്ളിക്കാരനുണ്ട്, ഒരു ഉന്തുവണ്ടിയായിട്ടാണ്. ആ പുള്ളിനോട് ഞാൻ ചോദിച്ചു, ചേട്ടാ ഇങ്ങനെ പണ്ടൊരു സ്ഥലം ഇങ്ങനെ ഒരു പിള്ളേർ വന്ന് കുഴിയിൽ പോയിട്ടുണ്ടല്ലാത്ത. അപ്പോൾ ആ പുള്ളി ഇങ്ങനെ വിവരിച്ച്, പക്ഷെ ഞാൻ ആ പുള്ളിനോട് പറഞ്ഞു ഞാനാണ് കൊണ്ടുവന്നൊന്നും പറഞ്ഞു. എനിക്ക് പേടിയാണ്. പണ്ട് ഞങ്ങൾ ആ പോലീസുകാരുടെ ആ ഒരു പേടി ഞങ്ങളുടെ മനസ്സിൽ കിടപ്പുണ്ട്. ഞങ്ങളുടെ ഈ പോലീസുകാർ ഞങ്ങളോട് ചെയ്തതും അവിടുത്തെ ഈ ആളുകളൊക്കെ നമ്മളോട് ഇങ്ങനെ ചെയ്തതൊക്കെ നമുക്ക് മനസ്സിൽ ഒരുപാട് കിടപ്പുണ്ട്. അതുകൊണ്ട് പേടിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല. ഞാനൊരു വണ്ടിയായിട്ടാണല്ലോ പോകുന്നത്, ഇമാര് തിരിച്ചു പോകുമ്പോൾ ഇനിമാര് നമുക്ക് പണി തരുമെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞില്ല, ഒന്നും വേണ്ടിയില്ല. അപ്പോൾ ആ സ്ട്രെച്ചർ വെക്കണ ആ പുള്ളിക്കാരൻ എന്നോട് കഥ പറഞ്ഞായിരുന്നു. കഥ പറഞ്ഞല്ല, ഈ കുഴീനെ പറ്റിയുള്ള കാര്യങ്ങൾ പറഞ്ഞു. അന്നൊന്നും നമുക്കറിയില്ല. അറിയാവുന്നത് ഈ കമലഹാസൻ സിനിമ ഗുണ കേവ് ചെയ്തതിൻ്റെ ആ ഗുണ കേവ് എന്നുള്ള കുഴീനെ പറ്റി പിന്നെ അറിയുന്നത് എന്താണെന്നുള്ളത് ആ കുഴീനെ പറ്റി അറിയില്ലാന്ന്. അപ്പോൾ ആ പുള്ളി പറയുന്നത് കേട്ടിട്ടേ ഞങ്ങൾ പേടിച്ചു. ആ പുള്ളി എന്നോട് പറഞ്ഞിട്ട് ഞാൻ പേടിച്ചു പോയി. പുള്ളി എന്നോട് പറഞ്ഞ് മോനെ അത് ഒരുപാട് പേര് മരിച്ചു, 13 പേര് മരിച്ചിട്ട്. ഒരു സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു MLA-യുടെ ഒരു പെങ്ങളുടെ മോൻ അങ്ങനെ ഒന്നും മരിച്ചിട്ടുണ്ട്. അന്ന് 1 ലക്ഷം രൂപ എങ്ങാണ്ട് കൊടുക്കുക 2006 ഒന്നെങ്ങാണ്ട് കൊടുക്കാന്ന് കണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഒരു ബോഡിയുടെ ഒരു അംശം പോലും എടുത്തു കൊടുക്കാൻ, ഒരു കർമ്മം ചെയ്യാൻ വേണ്ടി എടുത്തു കൊടുക്കാൻ പോലും ആർക്കും പറ്റിയിട്ടില്ല. അപ്പോൾ ആ ഒരു കുഴിയിലേക്കാണ് വീണത്. പിന്നെ പുള്ളി അതിനകത്ത് വിവരിച്ച് ഇങ്ങനെ കുറേ നേരം സംസാരിച്ച് പുള്ളി വിവരിച്ചു തന്നതില്ലേ. ഇപ്പം ഞാനാണെങ്കിൽ ആ കുഴിയിലേക്ക് വീണ് ഞാൻ മരിച്ചു. പക്ഷെ ഞാൻ മരിച്ചു ചെല്ലുമ്പോൾ വീഴുമ്പോൾ തന്നെ മരിക്കണില്ല. എൻ്റെ ഒരു ശബ്ദം ഇടറിപ്പോയതോ അല്ലെ കൈ കാലൊടിഞ്ഞതോ ശബ്ദം പുറത്ത് ഞാൻ കിടന്ന് പട്ടിണി നരയിച്ചാണ് ആ കടന്ന് മരിക്കണത്. അങ്ങനെയാണ് മരണം സംഭവിക്കുന്നത്. നരക മരണമാണ് സംഭവിക്കുന്നത്. അതിനകത്ത് താഴേക്ക് ഇപ്പം ഞാൻ വീണ് പോയി കുറേ നാൾ കഴിഞ്ഞ് വേറൊരാൾ വീണും ഈ ആ അസ്ഥികൂടത്തിന് മുകളിലേക്കായി വേറെ ആൾ വീണത്. ഇതൊന്നും ആർക്കും അറിയില്ല സംഭവം. ഇതൊക്കെ പുള്ളി റെസ്പോണ്ട് ചെയ്തത് സുഭാഷ് ചെറുപ്പത്തിലെ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അവിടുന്ന് താഴെ നമുക്ക് റെസ്പോൺസ് ആയിട്ട്